ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ രുചികരമായ ഒരു റവ ലഡു ആണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് റവ ലഡു തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമായി ചേർക്കുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയുമാണ് കേട്ടോ. അതൊന്ന് വറുത്ത് കോരുക. ഈ ലഡു വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്നങ്ങനെ വറവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൽ ഒരു പാത്രത്തിലേക്ക് കോരുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ നെയ്യിലേക്ക് തന്നെ 1 കപ്പ് റവയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ നെയ്യിൽ ഒന്ന് വറുത്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ റവ ഒന്ന് വറുത്തെടുക്കാൻ. ഈ റവ ലഡു ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഇതൊന്ന് വറവായി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഒരു 3/4 കപ്പ് പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ആ ചൂടിൽ തന്നെ പഞ്ചസാര ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലൊന്ന് ചൂടോട് കൂടി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ സമയത്ത് നമുക്ക് പാലൊന്ന് തിളപ്പിക്കാൻ വെക്കണം. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ അതുപോലെ ഒന്ന് ചെറുതായി ചിരവിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പാല് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. പാലൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മീഡിയം ചൂടിൽ വേണം കേട്ടോ പാലൊഴിച്ച് കൊടുക്കാൻ. തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കരുത്. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. പാല് കൂടിപ്പോവും ചെയ്യരുത്. 1 ഗ്ലാസ് മുഴുവനായും വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. എനിക്കിവിടെ ഏകദേശം 1 ഗ്ലാസിൻ്റെ അടുത്തൊക്കെ പാല് ആവശ്യം വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കണ്ടില്ലേ, ഇതുപോലെ ഒരു ലഡുവിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ പിടിച്ചാൽ അതുപോലെ കിട്ടണം. ആ ഒരു രീതിക്ക് വേണം പാലൊഴിച്ച് കൊടുക്കാൻ. പിന്നെ ആണെങ്കിൽ പഞ്ചസാര അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പൊടിക്കൊന്നും ചെയ്യരുത്. അതുപോലെ തേങ്ങ ചേർക്കുമ്പോൾ ഞാൻ അതിൻ്റെ തേങ്ങ കഷ്ണങ്ങളാക്കി എടുത്ത് അതിൻ്റെ ബാക്ക് വശം ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ലഡുവിന് ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും ഈസിയുമായ റവ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.